അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നാണ് യേശു പറയുന്നത്. ഇവിടെ ആരാണ് ഭാരം ചുമക്കുന്നവർ? ആരാണ് അധ്വാനിക്കുന്നവർ? യേശുവിന്റെ കാലഘട്ടങ്ങളിൽ പരീശന്മാരും ശാസ്ത്രിമാരും ജനത്തിന്റെ മേൽ ചുമടുകളെ കെട്ടി അവരുടെ തോളിൽ വയ്ക്കുമായിരുന്നു. മത്തായി 23:4 കാണുന്നു. ഇവർ നിയമ ആചാരങ്ങൾ ജനത്തിന്റെ മേൽ കെട്ടിവെക്കുമായിരുന്നു. അതുമൂലം ജനം ഭാരപ്പെടുന്നുണ്ടായിരുന്നു. അത് ജനത്തിന്റെ ഒരു ഭാരമായിരുന്നു. രണ്ടാമത്, നിയമങ്ങൾ അനുസരിച്ചാലേ ദൈവത്തോട് അടുക്കാൻ പറ്റൂ എന്നായി. എന്നാൽ അതിലും ദൈവത്തോട് അടുക്കുവാൻ ജനം ഭാരപ്പെടുമായിരുന്നു. മൂന്നാമത്, പാപത്തിന്റെ ഭാരം. കുറ്റബോധത്താൽ ആത്മീയമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനം. നാലാമത്, ജീവിതം കൊണ്ടുള്ള ഭാരം, ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുള്ള ഭാരം, ദാരിദ്ര്യവും പീഡനവും കൊണ്ടുള്ള ഭാരം. ഈ വിധമായ ഭാരം അനുഭവിക്കുന്ന ജനത്തോട് യേശു പറയുന്നു, എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നാണ് പറയുന്നത്. പരീശന്മാരെ പോലെ അല്ല, ശാസ്ത്രിമാരെ പോലെ അല്ല. അവര് ചുമട് കെട്ടി നിങ്ങളുടെ തോളിലാണ് വെക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. നിങ്ങളുടെ സകല ഭാരവും ഞാൻ വഹിച്ചുകൊണ്ട്, നിങ്ങളുടെ സകല ഭാരവും ഞാൻ വഹിച്ചുകൊണ്ട് കൃപയുടെ വിശ്രമം ഞാൻ നിങ്ങൾക്ക് നൽകുമെന്നാണ് യേശു പറയുന്നത്. എന്നിട്ട് യേശു പറയുന്നു, ഞാൻ സൗമ്യനാണ്, ഞാൻ താഴ്മയുള്ളവനാണ്, എൻ്റെ ചുമട് മൃദുവും ലഘുവുമാകുന്നു എന്ന് യേശു പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു നമ്മുടെ ഭാരം വഹിക്കുന്നവനാണ്. ഭാരം നമ്മുടെ മേൽ വയ്ക്കുന്നവനല്ല, മറിച്ച് നമ്മുടെ ഭാരങ്ങളെ അവൻ വഹിച്ചുകൊണ്ട് നമ്മയും അവൻ്റെ കൂടെ ചേർത്ത് ഒരുമിച്ച് നടക്കുന്ന യാത്രയാണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളത്. അതുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വരുന്നവർക്ക് ആശ്വാസമുണ്ട്, പാപത്തിന് പരിഹാരമുണ്ട്, പാപത്തിന് വിടുതലുണ്ട്. നിയമങ്ങൾ കൊണ്ട്, ആചാരങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടേണ്ടതില്ല. യേശു പാപത്തിന് പരിഹാരമായി, കാൽവരി ക്രൂശിൽ യാഗമായി, അവൻ്റെ രക്തത്തിലൂടെ നമ്മുടെ സകല പാപങ്ങൾ കഴുകപ്പെട്ട് അവൻ്റെ കൃപയാൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയും.